നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിൽ പുതിയ തൊഴിൽ പരിഷ്കാരങ്ങളുമായി സർക്കാർ. ആഴ്ചയിലെ 4 ദിവസവും 10 മണിക്കൂർ ജോലി ചെയ്യുന്ന പൊതുമേഖലയിലെ ജീവനക്കാർക്ക് ശേഷിക്കുന്ന 3 ദിവസം ഇനി അവധിയെടുക്കാം. തൊഴിൽ അന്തരീക്ഷത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമീപകാല മാറ്റങ്ങളെ നേരിടാനാണ് ഈ പരിഷ്കരണങ്ങൾ. ഇതുവഴി തൊഴിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്താനാണ് സർക്കാരിന്റെ ശ്രമം. ജൂലൈ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. UAE-യിൽ സർക്കാർ ജീവനക്കാർക്ക് ആഴ്ചയിൽ 4 ദിവസത്തെ ജോലിയും 3 ദിവസത്തെ വാരാന്ത്യ അവധിയും തിരഞ്ഞെടുക്കാൻ ആണ് അവസരം കൊടുത്തിട്ടുള്ളത്. സർക്കാർ മാനവശേഷിക്കായി രാജ്യത്തെ ഫെഡറൽ അതോറിറ്റി പുതിയ ചട്ടങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് ഈ മാറ്റം. ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ചട്ടങ്ങൾ പ്രകാരം സർക്കാർ ജീവനക്കാർക്ക് ദിവസം 10 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാതെ തന്നെ 4 ദിവസത്തെ ജോലി തിരഞ്ഞെടുക്കാവുന്നതാണ്. ആഴ്ചയിൽ 40 മണിക്കൂർ ജോലി ചെയ്തിരിക്കണം എന്ന നിയമമുണ്ട്. വകുപ്പ് തലവന്മാരും ജീവനക്കാരും തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്. എന്നാൽ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ഈ ചട്ടങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. UAE-യിൽ കഴിഞ്ഞ വർഷം അവധികൾ, സേവനാനന്തര ആനുകൂല്യം, അനുയോജ്യമായ ജോലി സമയം തിരഞ്ഞെടുക്കാനുള്ള അനുമതി തുടങ്ങിയവയുടെ കാര്യത്തിൽ ഫെഡറൽ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും തമ്മിൽ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല എന്ന വ്യവസ്ഥ ചെയ്തിരുന്നു. ഇതനുസരിച്ച് 30 ദിവസത്തെ വാർഷിക അവധിയും പൊതു അവധികളും സർക്കാർ സ്വകാര്യ മേഖലാ ജീവനക്കാർക്ക് ലഭിക്കുമായിരുന്നു. കൂടാതെ 60 ദിവസത്തെ പ്രസവാവധി, 5 ദിവസം പിതൃത്വ അവധി തുടങ്ങി എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ ജീവനക്കാരെ പോലെ തന്നെ സ്വകാര്യ മേഖലാ ജീവനക്കാർക്കും ലഭിക്കുമെന്നതായിരുന്നു നിയമം. എന്നാൽ ഇപ്പോൾ UAE-യിലെ സർക്കാർ ജീവനക്കാർക്കായി പ്രതിവാര ജോലി കുറയ്ക്കുന്നത് അടക്കമുള്ള ചട്ടങ്ങളാണ് പുതിയ മാനവശേഷി നിയമം മുന്നോട്ട് വയ്ക്കുന്നത്. രാജ്യത്തിനകത്തും പുറത്തും വിദൂര ജോലി ചെയ്യാനും പുതിയ ചട്ടങ്ങൾ അനുവദിക്കുന്നുണ്ട്. സർക്കാർ ഏജൻസികളെയും വകുപ്പുകളെയും കൂടുതൽ ഫലപ്രദമാക്കുകയാണ് ലക്ഷ്യം. ഷാർജയിൽ കഴിഞ്ഞ വർഷം ജനുവരി 1 മുതൽ ഈ മാറ്റം നടപ്പാക്കിയിരുന്നു. മറ്റ് ഗൾഫ് രാജ്യങ്ങളും പ്രതിവാര ജോലി സമയം കുറയ്ക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിച്ചു വരികയാണ്. UAE-യിൽ സർക്കാർ ജീവനക്കാർക്കായി 5 തൊഴിൽ രീതികളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഓഫീസിൽ വന്ന് ജോലി ചെയ്യുന്ന രീതിയാണ്. അതായത് ഔദ്യോഗിക പ്രവൃത്തി ദിവസങ്ങളിൽ ജീവനക്കാരൻ ഓഫീസിൽ വന്ന് ജോലി ചെയ്യണം. 2, UAE രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഓഫീസിൽ എത്താതെ ജോലി പൂർത്തിയാക്കാം. 3, രാജ്യത്തിന് പുറത്തു നിന്നുകൊണ്ട് ജോലി ചെയ്യാനാകുന്ന സംവിധാനമാണ്. 4-ാമത്തേത് ആഴ്ചയിൽ 4 പ്രവൃത്തി ദിവസങ്ങളിലും പരമാവധി 10 മണിക്കൂർ വരെ ജോലി ചെയ്യുന്ന കംപ്രസ്ഡ് വർക്കിംഗ് രീതിയും. 5-ാമത്തേത് ഹൈബ്രിഡ് വർക്ക് എന്ന രീതിയാണ്. ഹൈബ്രിഡ് വർക്ക് മോഡലിന് കീഴിൽ ജീവനക്കാരൻ ജോലിയുടെ ഒരു ഭാഗം ഓഫീസിൽ വന്നും മറ്റൊരു ഭാഗം ഓഫീസിന് പുറത്തും ചെയ്യേണ്ടി വരും. പുതിയ നിയമമനുസരിച്ച് മുഴുവൻ സമയ ജോലി, പാർട്ട് ടൈം ജോലി, താൽക്കാലിക ജോലി, ഫ്ലെക്സിബിൾ വർക്ക് എന്നിങ്ങനെ 4 തരം തൊഴിലുകളാണ് ഉള്ളത്. പാർട്ട് ടൈം ജോലികൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വിഭാഗത്തിന് കീഴിലുള്ള ജീവനക്കാർ ആഴ്ചയിൽ കുറഞ്ഞത് 8 മണിക്കൂറും പരമാവധി 32 മണിക്കൂറും ജോലി ചെയ്യണം എന്നാണ് നിയമം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.